പൊതിച്ചോർ വിഷയത്തിൽ മന്ത്രി മുരളീധരൻ യൂട്ടേൺ അടിച്ചു. കാരണം ഭയങ്കര പ്രതിഷേധം ഉണ്ടായി. ഇത് അദ്ദേഹം പറയുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞിരുന്നത്, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. കാരണം ഇത് വലിയ തോതിലുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തും. പക്ഷേ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. കൊടി കെട്ടിയ പൊതിച്ചോറ് വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് കൊടി വെച്ചതും ബാനർ വെച്ചതുമായ പൊതിച്ചോറ് സേവാഭാരതി ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ അവിടെ ഭക്ഷണം ഇത് കൊടുക്കുന്നുണ്ട് ഉച്ചയൂണ്. പക്ഷേ അവരാരും അവിടെ ബോർഡ് വെച്ചിട്ടില്ല. അല്ല, ബോർഡ് വെക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഇതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഇലക്ഷനിൽ തോറ്റു. ഇപ്പം നമുക്ക് ഉദാഹരണം പറയാം. നമ്മുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ്, അതാരാണ് എന്ന് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഞങ്ങൾ നാളെയും പൊതിച്ചോറുമായി അവിടെ ഉണ്ടാവും, രക്തം തരാൻ തയ്യാറായി ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇതൊരു തിരിച്ചടി അല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രസംഗം ഉണ്ടായി. അത് ഏത് നേതാവിൻ്റെ ആയിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. അതിനെ സംബന്ധിച്ച് ഒരുപാട് ട്രോളുകളും വന്നു. നമ്മുടെ ചിന്താചോറും പൊതിച്ചോറ് എന്നുള്ളൊരു സ്ട്രെസ്സാണ് പറയുക. അപ്പോൾ ഈ ട്രോളുകൾ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രോളുകൾ വന്നത് ഇവരിപ്പം ഇങ്ങനെയൊക്കെ വലിയ വാചം അടിച്ചിട്ട് അപ്പുറത്ത് മാറി കഥകിൻ്റെ മറ ഇരുന്ന് പൊട്ടി കരയുന്ന ഒരു രംഗമായിരുന്നു. ഇതിനെ മണിയാശാൻ പറഞ്ഞ പോലെ വാങ്ങിച്ച് നക്കി വെച്ച് നീ എല്ലാം മാറ്റി കുത്തിയില്ലേ എന്ന് ചോദിച്ചതുപോലെ ഈ പറയുന്ന കാര്യം രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണ് ഈ പൊതിച്ചോർ കൊടുക്കുന്നത് എന്നുള്ളത് ആണ് ഡിവൈഎഫ്ഐയുടെ പ്രശ്നം. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പോയിരുന്ന ചോദ്യം, നമ്മുടെ ജോലി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജോലി പൊതിച്ചോർ കൊടുക്കാൻ മാത്രമാണോ എന്നാണ് ചോദിക്കുന്നത്. സമരം വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഡിവൈഎഫ്ഐ നൽകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്നെയാണ്. അത് നമ്മൾ അതിനെ നമ്മൾ തെറ്റു പറയുന്നില്ല. കാരണം അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയാണ്. ഇവരുടെ നേതാക്കളൊക്കെ ഉദിച്ചുയരുന്നതും വളർന്നുയരുന്നതും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. അവർ ചോര കൊടുക്കാൻ തയ്യാറാണ്, അവർ ആശുപത്രിയിലെത്തിക്കാൻ തയ്യാറാണ്, അവർ ജനകീയ ശുചീകരണത്തിന് തയ്യാറാണ്, എല്ലാത്തിനും തയ്യാറാണ്. സന്നദ്ധ സംഘടന കൂടിയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾക്കാർക്കും ഇങ്ങനെ ഒരു പരിപാടിയില്ല. പലയിടത്തും 1-2 യൂണിറ്റ് കമ്മിറ്റികൾ വല്ലതും കൊടുത്താലായി. മാത്രമല്ല, ഇവർ ഈ വയനാട്ടിൽ ഇതുപോലെയുള്ള ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ തന്നെ ആളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതുമില്ല. അതെ, അതിപ്പോഴും അവിടെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഈ പൊതിച്ചോർ വിതരണം, അല്ലെ സർക്കാർ ആശുപത്രിയിലെ ഉച്ചഭക്ഷണ വിതരണം ഡിവൈഎഫ്ഐയുടെ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്നിടത്താണ് പ്രശ്നം. അതാണ് അതിനെ ഈ മറ്റ് സംഘടനകൾ അവിടെ വിതരണം ചെയ്യുന്നവരാരും തന്നെ അവിടെ ബോർഡ് വയ്ക്കുകയോ അവർ പറഞ്ഞു നടക്കുകയോ ചെയ്യുന്നില്ല. മാത്രമാണ് ഭക്ഷണം കൊടുത്തിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്തല്ലോ. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇതിനടിയിൽ ഒരുപാട് പേര് കമൻറ്റുമായിട്ട് വന്നു. നിങ്ങൾ CH സെന്ററിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ സേവാഭാരതിയെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? എന്താണ് CH സെന്റർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സന്നദ്ധ സംഘടന ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. അവർ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഇത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം, വയനാട്ടിൽ കഴിഞ്ഞ പ്രകൃതിക്ഷോഭത്തിന്റെ കാലത്ത് അവർ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയപ്പോൾ അത് അടച്ചുപൂട്ടിച്ചു. ഡിവൈഎഫ്ഐക്ക് മാത്രമേ ചെയ്യാനുള്ള അധികാരമുള്ളതെന്ന് പലരും ചോദിക്കുന്നത്. അതെ, അടച്ചുപൂട്ടിച്ച് അവിടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശ്രമിച്ചവരാണ്, രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിച്ചവരാണ്. വയനാട്ടിൽ മറ്റാരെക്കാളും മുമ്പേ നല്ല മനോഹരമായ വീട് വെച്ചാൽ മനുഷ്യർ കൊടുത്തത് മുസ്ലിം ലീഗ്. അവിടെയാണ്. അതിന് അവരാരും ക്രെഡിറ്റ് എടുത്തില്ല. അവർ ഇലക്ഷന് മുമ്പ് അവിടെ കൊടി പൊക്കിയില്ല. അവർ ഈ നാട്ടിൽ ആർക്കും ഇതിനൊരു പ്രചാരണം എഴുതിയും വെച്ചില്ല. അപ്പോൾ എന്താണ് ഈ ഉച്ചഭക്ഷണം കൊടി കെട്ടി കൊടുക്കുന്നതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമുണ്ട്. അവിടെ G. സുധാകരൻ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം അത് ചൂണ്ടിക്കാണിച്ചതും. അതാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാം, നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ മുഖേന ചെയ്തോളൂ, നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ കൊടിയും ബാനറും ഒന്നും ഇവിടെ വേണ്ട, ഇത് സർക്കാർ ആശുപത്രിയാണ്, അവിടെ ഇത് ഇങ്ങനെ കൊടുത്തോളുക. അങ്ങനെ കൊടുക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അങ്ങനെ കൊടുക്കുന്നതിന് സേവാഭാരതിക്കോ CH സെന്ററിനോ അതുപോലെ ഇവിടെയുള്ള അനേക സന്നദ്ധ സംഘടനകൾക്കോ യാതൊരു എതിർപ്പുമില്ല. എനിക്കറിയാം, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു ഡിവൈൻ കരുണാലയം എന്ന് പറഞ്ഞ് ഒരു സന്നദ്ധ സംഘടന ചോറ് കൊടുക്കുന്നുണ്ട്. അവരത് പൊതിച്ചോറായിട്ടല്ല വരുന്നത്, അവർ പാത്രത്തിൽ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്നത്. അതായത് ഓമല്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അത് അവിടെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ്. ഈ ഡിവൈൻ കരുണാലയം വരുന്നു, അവർ ഉച്ചയാകുമ്പോഴേ ഒരു വണ്ടിയെ കൊണ്ടുവരുന്നു, അവരവിടെ വെച്ച് വിളമ്പി കൊടുക്കുന്നു. അപ്പം തന്നെ അവർ ഇതെല്ലാം കൊടുത്തു തീർത്ത് അതിൽ ആ പൊതിച്ചോറ് കഴിക്കാൻ വരുന്ന ആശുപത്രി വരുന്ന രോഗികൾ മാത്രമല്ല, പൊതിച്ചോറല്ല, ഫുഡ് കഴിക്കാൻ പറ്റും. ആ നാട്ടിലുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ഭക്ഷണം കഴിക്കാൻ നടക്കുന്ന ആൾക്കാർ, മൊത്തം ആൾക്കാർ എവിടെന്നെങ്കിലും ഒരു പാത്രം ഒരു ഇലയോ സംഘടിപ്പിച്ചു വന്ന് അവരവിടെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് എതിർപ്പ് വന്നത് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നാണ്. കാരണം കൊടിയും ബാനറും വേണ്ട എന്ന് പറഞ്ഞു. അതിനർത്ഥം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് അവിടെ കൊടുക്കരുതെന്ന് ആരും പറഞ്ഞില്ല. കെ മുരളീധരൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടമോ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയോ ഇവിടെ നടപ്പാക്കരുതെന്ന് മാത്രമേ അദ്ദേഹം ഈ വീണ് കിടക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. അല്ലെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താണ്. എന്താണ് ഡിവൈഎഫ്ഐയുടെ കോട്ടയം സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു ഒരു ചർച്ച വന്നത്,
നമ്മളുടെ പരിപാടി പൊതിച്ചോറ് വിതരണം മാത്രമായിട്ട് അവശേഷിച്ചു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷവും ഭരണത്തിന്റെ ശീതള ഛായയിൽ അങ്ങ് ഇരുന്നു. അതെ. പല നേതാക്കന്മാർക്ക് നല്ല നല്ല ജോലികൾ കിട്ടി. പലർക്കും യൂത്ത് വെൽഫെയർ ബോർഡ് ചെയർമാനും യൂത്ത് കമ്മീഷൻ ചെയർമാനും അങ്ങനെയൊക്കെ ഇരുന്നവർ ആഡംബര ജീവിതം അങ്ങ് നയിച്ചത്. വീട്ടിൽ ടോയ്ലറ്റ് കേടായപ്പം പോയി റിസോർട്ടിൽ മുറിയുടെ താമസ നേതാക്കന്മാർ വരെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുഖത്തിൽ അങ്ങ് പോയപ്പോൾ സമരം ചെയ്യാൻ മറന്നു. സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ട, കേന്ദ്രത്തിനെതിരെ പോലും നല്ലൊരു സമരം ചെയ്യാനുള്ള ആംബിയർ അവർക്കില്ലാതെ പോയി. അപ്പോൾ ഇവിടെ അവസാനം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം കെ മുരളീധരൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിൽ അദ്ദേഹം ഇന്നലെയും ഉറച്ചു നിന്നു. 2 തവണ അദ്ദേഹം ഉറച്ചു നിന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അദ്ദേഹം നേരെ യു ടേൺ അടിച്ചു. അതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്ര മനോഹരമായിട്ടുള്ള അല്ലെ അത്ര ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. ഇത് ഉണ്ടാക്കിയത് ആരാണ്? അത് ഉണ്ടാക്കിയതും ഈ DYFIക്കാരാണ്. കാരണം അവർ ഈ മുരളീധരൻ പറഞ്ഞതെന്താണ്, ഇവർ പ്രചരിപ്പിച്ചതെന്നാണ്. മുരളീധരൻ പറഞ്ഞതെന്താണ്, നിങ്ങൾക്ക് പൊതിച്ചോറ് ഞങ്ങൾ വിലക്കുന്നില്ല, നിങ്ങളത് കൊടി കെട്ടി വിതരണം ചെയ്യരുത്, നിങ്ങളത് ബാനറിൻ്റെ കീഴിൽ വിതരണം ചെയ്ത് നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ ആശുപത്രിയിലും തുടങ്ങും, നിങ്ങൾ അത് മുഖേന വിതരണം ചെയ്തോളുക എന്നാണ് പറഞ്ഞത്. ആരുടെയും പൊതിച്ചോറ് വിതരണമോ ഭക്ഷണ വിതരണമോ മുടക്കും എന്ന് പറഞ്ഞിട്ടില്ല. അത് സത്യമാണ്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രയും സംഘടനകൾ കൊടുക്കുന്നതിൽ കുരു പൊട്ടിയത് ഈ DYFIക്ക് മാത്രമാണ്. അല്ല, മറ്റവരാരും അവരെ പേരെഴുതി വെക്കുന്നില്ലല്ലോ, അവർ അവകാശവാദമായിട്ട് വരുന്നില്ലല്ലോ. മാത്രമല്ല ശകലം നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അതിന് കണക്ക് പറയരുത്. അതെ, ആൾക്ക് ഭക്ഷണം കൊടുത്ത് ഞാനാണ് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. പണ്ട് നമുക്കറിയാം ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പിണറായി വിജയനെയൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളോട് ചില ആളുകൾ പിണറായി വിജയനെ എതിർക്കുന്നവർ പോലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇവർക്ക് നേതാക്കന്മാർക്ക് പലർക്കും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും വരുമ്പോൾ എന്താണ് അവരുടെ ഇഷ്ട ഭക്ഷണം അത് അറിഞ്ഞ് ഭക്ഷണത്തിൻ്റെ പേരൊക്കെ ഉണ്ട്, പിണറായിക്കെല്ലാം കൊടുത്ത ഭക്ഷണത്തിൻ്റെ ഉണ്ട്, ഭക്ഷണത്തിൻ്റെ കണക്കും പറയുന്നുണ്ട്. അപ്പോൾ പലരും എഴുതിയിരുന്നു പിണറായി വിജയനെ പൊളിച്ചെടുക്കുന്ന എല്ലാവരുണ്ട്, പക്ഷേ ഈ മനുഷ്യർ ഭക്ഷണം കൊടുത്തതിൻ്റെ കണക്ക് പറയരുത്, അത് നമ്മളെ വീട്ടിൽ ഒരു ആതിഥിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പണ്ട് അവന് ഊണും മീൻ കറിയൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്തതാണെന്ന് പറയരുത്, അത് മോശമാണ്, അതിന് ഫലമില്ലാതായി പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇവിടെ അപ്പോഴത്തേക്ക് ഇന്നലെ DYFIയുടെ ഒരു പ്രോപ്പഗൻഡ ഉണ്ടായി. ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലാതെ നേരിട്ടും നേതാക്കളെല്ലാം ഇറങ്ങി ഈ ഭക്ഷണ വിതരണം തടയാൻ മന്ത്രി ശ്രമിക്കുന്നു എന്നുള്ള നിലയിൽ പാവപ്പെട്ടവർക്കുള്ള പൊതിച്ചോറ് തടയാൻ ശ്രമിക്കുന്നു. അത് ആര് തടഞ്ഞാലും ഞങ്ങൾ കൊടുത്തിരിക്കും. എന്നിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനെ ചീത്ത വിളിക്കുന്നു. നിങ്ങളെന്നാൽ നിങ്ങളുടെ പേരെഴുതി വെക്കുന്ന ഒഴിവാക്കൂ, നിങ്ങൾ റെഡിയാക്കുന്ന പദ്ധതികളുണ്ടല്ലോ, നിങ്ങൾ അനുവദിച്ച് പൂർത്തിയാക്കുന്ന പദ്ധതികളുടെ ഒടുവിൽ നിങ്ങൾ ശിലാഫലകത്തിൽ പേരെഴുതുന്ന ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കെ കരുണാകരൻ പുതിയ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കെ കരുണാകരൻ്റെ പേരിട്ടല്ലോ, ആ പേര് നിങ്ങൾ പിൻവലിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേറെ കുറേ പേര് രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരാളുടെയും പേര് ഒന്നിനും ഇടാൻ പറ്റില്ല. ഒരു പാലത്തിൽ ഒരാളുടെയും ശിലാഫലകം വയ്ക്കേണ്ട കാര്യമില്ല, ഒരു റോഡിൻ്റെ അടുത്ത് ശിലാഫലകം വയ്ക്കേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന്? ഇത് പണ്ട് തൊട്ടേ നമ്മൾ എതിർക്കുന്ന കാര്യം. നമ്മൾ ഈ കാര്യത്തിന് വേറെ തരത്തിൽ നോക്കുമ്പോൾ അഭിനന്ദിക്കാൻ മാർക്സിസ്റ്റ് വിലത്തിന് സമ്മതിക്കണം. ഈ നാട്ടിലെ സകല സ്ഥാപനത്തിനും സ്വന്തം നേതാക്കന്മാരെ പേരിട്ടിട്ടുണ്ട്. അതെ, സകല റോഡിനും സകല പ്രധാന സ്ഥലത്ത് വരെ സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ നോക്കുക, ഈ CPM നേതാക്കന്മാർക്ക് എത്ര സ്മാരകം ഉണ്ടെന്നുള്ളത്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കെ കരുണാകരൻ്റെ ഒരു പ്രതിമ ആ കന്യാകുമാരി ഇരുട്ടത്ത് നിൽപ്പുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുഖം പോലും അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല, പിന്നെ കുറേ മാറ്റം വരുത്തിയതാണ്. പിന്നെ ഉള്ളത് R ശങ്കർ, വേറെ അങ്ങനെ 2 തരം പ്രതിമകളല്ലാതെ ഇവർക്കൊന്നും ഒരു സ്മാരകം പോലും ഇവർ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം കെ കരുണാകരൻ്റെ സ്മാരകം അവിടെ തിരുവനന്തപുരം പാളയത്ത് നിർമ്മിക്കാൻ പോകുന്നു പറയുന്നു, പണി തുടങ്ങിയെന്ന് തോന്നുന്നു. അത്രയും കാലം എത്രയും സമയമെടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ DYFIയുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. അത് നിങ്ങളങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ, ഞങ്ങളാണ് ഏറ്റവും യോഗ്യന്മാർ എന്ന് അവരെ നിരന്തരം പ്രഖ്യാപിക്കുന്നു. അത് തന്നെയാണ് കാര്യം. ഇതിനെ മാത്രമല്ല, ഞാൻ ഒരു ശ്രദ്ധിച്ചായിരുന്നു, ഈ കെ മുരളീധരൻ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുള്ള ഭാരവാഹികളോ ആരും എത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം വിവാദങ്ങളുണ്ടായപ്പോൾ ഒരുപാട് പേര് രംഗത്തെത്തിയിരുന്നു. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാനാണെങ്കിൽ കോൺഗ്രസ് ഇന്ന് ആരോട്ടും എത്തിയതുമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. മാത്രമല്ല ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഇളക്കി വിടുന്നതിൽ DYFI വിജയിച്ചു എന്നുള്ളത്. അതിൽ CH സെൻറ്ററോ അല്ലെങ്കിൽ ഇവിടുത്തെ ധാരാളം NGOകൾ, ഫുഡ് കൊടുക്കുന്ന NGOകളുണ്ട്, അവരോ സേവാഭാരതി അടക്കമുള്ളവരോ ആരും രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, ആ ഒരു തീരുമാനം അദ്ദേഹം മാറ്റുമ്പോഴും എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ സർക്കാർ ആശുപത്രികളിലും വ്യാപകമാക്കിയതിന് ശേഷം ഇത് നടപ്പാക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചെയ്യുക. ഇവർ കൊടിയും ബാനറും ഒക്കെ വണ്ടിയെ വെച്ചോണ്ട് വന്നോട്ടെ, അത് അവിടെ വിതരണം ചെയ്യുമ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കി വിടുക. ഇനിയിപ്പം DYFIക്കാർ ഇത്രയെല്ലാം പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് CPM ഇവിടെ തോറ്റ് തുന്നം പാടിപ്പോയത്? ഒരു പൊതിച്ചോറിൽ എന്ത് കാര്യം? പൊതിച്ചോറെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഒരു വിശപ്പടക്കാനുള്ളത് മാത്രമാണ്. അവർ ആ ഒരു നേരത്തെ വിശപ്പടക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അല്ലെ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യില്ല, നിങ്ങൾക്കൊക്കെ ഞങ്ങൾ പൊതിച്ചോറ് എന്നിട്ട് വോട്ട് ചെയ്തില്ല, അങ്ങനൊന്നും ചോദിക്കാനും പറയാനോ പറ്റില്ല. അല്ല, അതാണ് മണിയാശം പറഞ്ഞ പോലത്തെ ഭാഷ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല.
ഭക്ഷണം കൊടുത്തോട്ടെ കഴിച്ചോട്ടെ, പക്ഷേ ഈ കൊടിവെപ്പ് അതിൻ്റെ പേരുള്ള രാഷ്ട്രീയ മുതലെടുപ്പം DYFI അതിൽ നിന്ന് പിന്മാറണം. അതാണ് ഏറ്റവും നല്ലത്.